ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പ്രൗട്ട്സ് കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും റൈസിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ഉണ്ടാക്കാൻ നമുക്ക് കാണാം. ഞാൻ കടലയും പയറും കൂടെ ആണെങ്കിൽ രാത്രി മൊത്തം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം അത് കഴുകി നന്നായിട്ട് കഴുകി 2-3 വെള്ളത്തിൽ കഴുകണേ. എന്നിട്ട് നമുക്കൊരു നനഞ്ഞ തുണിയിൽ ഇട്ടിട്ട് നമുക്ക് ആണെങ്കിൽ എപ്പോഴാണ് നമ്മൾ രാവിലെ എടുത്ത് വെക്കുകയാണെങ്കിൽ രാത്രി ആകുമ്പോൾ നമുക്ക് പാകത്തിൽ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒരു നന്നായിട്ട് ഇതുപോലെ ഇച്ചിരി കൂടെ ഒന്ന് ആവണമെന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ആയി കിട്ടും അത്. അപ്പോൾ അത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കറി വെക്കുമ്പോൾ അന്നേരം ഒന്നും കൂടെ ഒന്ന് കഴുകണേ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പ്രഷർ കുക്കർ എടുക്കും. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുകും ജീരകമൊക്കെ ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു സവാള പൊടിയായി അരിഞ്ഞതും പിന്നെ 2-3 പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു തക്കാളിയുടെ പ്യൂരി നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് ഒരു 4-5 വെളുത്തുള്ളിയും ചതച്ചത് അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ ടേസ്റ്റിനനുസരിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ. പിന്നെ ആണെങ്കിൽ നമുക്ക് മസാലയ്ക്ക് ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാം 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വന്ന് കഴിയുമ്പം നമുക്ക് അത് 2 ടേബിൾ സ്പൂൺ തൈരും ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിയുമ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ പിരിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ്. ഒരു തള വന്നു കഴിയുമ്പോൾ നമുക്കതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് എണ്ണയ്ക്ക് തെളിഞ്ഞ് വരുന്നവർ പിന്നെയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെയൊക്കെ ആയി കഴിയും. മസാലയൊക്കെ മൂത്ത് കഴിയുമ്പം ഫ്രഷ് ക്രീം നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വീട്ടിലത്തെ പാൽപ്പാട ഉണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് മസാലയൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സ്പ്രൗട്ട്സ് എടുത്തേക്കുന്ന കട്ടോരി അളവിൽ 1.5 കട്ടോരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് 2-3 മിനിറ്റേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ അടച്ച് ഉപ്പൊക്കെ നോക്കണേ. അതിന് മുന്നേ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് അടച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ വിസിലൊക്കെ പോയി കുക്കർ തണുത്ത് കഴിയുമ്പോഴേ തുറക്കാവുള്ളൂ. ഇതിന് കടലയൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുക, കടലയൊക്കെ വെന്തോ ഇല്ലയോ എന്ന്. കടലയൊക്കെ വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇതുപോലെ തവിയും കൊണ്ടൊന്ന് മേശ് ചെയ്ത് കൊടുത്താൽ മതി. മേളിൽ കൂടെ കുറച്ച് മല്ലിയിലും കൂടെ വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രൗട്ട്സ് കറി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ ആണെങ്കിലും ചോറിൻ്റെ ആണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.